അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്തായാലും ഇവിടെ ഞങ്ങൾ പെട്ടുപോയത്. അപ്പോൾ കൂള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂള എന്ന് പറയാൻ പറ്റില്ല, മരച്ചീനി. ഞങ്ങളെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും. പക്ഷേ കിഴങ്ങ് തികഞ്ഞില്ല കേട്ടോ. 2 കിലോനെ വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങൾ മൊത്തം 8 വലിയ ആളുകളും 4 കുട്ടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്കിനി അത് തികയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നേരെ പോവാണ്. ഇവിടെയുള്ള ഈ പൂളക്കൃഷിക്കാരൻ്റെന്നാണ് ആ ചേച്ചി വാങ്ങിച്ചത്. ചേച്ചിയുടെ അനിയൻ്റെ സ്ഥലമാണിത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മൊത്തം ചേച്ചിയുടെ റിലേറ്റീവ്സ് തന്നെയാണ്. ചേച്ചി അവിടെ നിന്ന് എന്തോ പണിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് നേരെ പോയിട്ട് വാങ്ങിക്കട്ടോ. ഇത് പോയി നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ ചേച്ചിനോട് തന്നെ പറയണം. ചേച്ചി 2 കിലോ കൊടുന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിന് നടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞങ്ങൾക്കൊരു പിന്നെ നോക്കി നടന്നോ, അല്ലെങ്കിൽ നേരെ അവിടേക്ക് ഇതൊരു ഇറക്കാണ്. ഇത്ര ഇതില്ല, വയനാടും ഇങ്ങനെ തന്നെയാണ്. ഇത്രയും മോശം റോഡല്ല കേട്ടാ, നല്ല റോഡായിരിക്കും വയനാടുത്തത്. ഓരോ ഇടവഴിയിലും നല്ല സൂപ്പർ റോഡാണ്. ബത്തേരി ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ബത്തേരിയിലെ കൈപ്പഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് സൂപ്പറായിരിക്കും. ഇതേപോലെ തന്നെയാണ്, പക്ഷെ റോഡ് നല്ല കറക്റ്റ് റോഡായിരിക്കും. കുത്തനെ കയറ്റാണെങ്കിലും. പിന്നെ തണുപ്പും കുറച്ച് കൂടുതൽ. അതിരപ്പള്ളി തണുപ്പില്ല, നല്ല ചൂടവിടെ. ചൂട് നമ്മളെ തണുപ്പാണ്, രാത്രി തണുപ്പാണ്. നമ്മളെ ആ ഒരു ഇന്നലെ ഇപ്പോൾ അതിരപ്പള്ളി ആ മുകളിൽ മലയുടെ മുകളിൽ കയറിയിട്ട് ചൂട് കൊടുത്തിട്ട് സഹിക്കാത്തിട്ട് വെള്ളം ദാഹിച്ചിട്ടോ അങ്ങനെയല്ല കേട്ടോ. വയനാടാണെങ്കിൽ നമുക്ക് ആ കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പാണ്. ഇത് പൂട്ടിട്ട് അപ്പൊ ചേച്ചിനെ എന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ചേച്ചിനോട് തന്നെ പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോയാലോ? നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡായി. പിന്നെ ഇവിടൊക്കെ ഇറത്ത് വെച്ചിട്ടുണ്ട്. ആന വന്നാല് ബുദ്ധിമുട്ടാണ്, അല്ല എന്താ പറയാ, ബുദ്ധിമുട്ടാണ്ട് വിചാരിച്ചിട്ട് ഇറത്താണ് ഫുള്ളും. ഈ കമ്പിയിൽ ഫുള്ള് ഇറത്താണ്. അതുവരെ ഈ കൃഷിയൊക്കെ അവിടെ ഫുള്ള് കൃഷി. ആന മാത്രല്ല, പന്നിയൊക്കെ വരും. അതെ, വയനാടൊക്കെ ഏറ്റവും കൂടുതൽ ശല്യം പന്നി. ആകെ ഒരു വീട് അവിടെ, പിന്നെ ഒരു വീട് അവിടെ, പിന്നെ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്യുന്ന വീട് മാത്രമേ ഉള്ളൂ. പിന്നുള്ളതൊക്കെ വരെ പറമ്പുകളാണ്. കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പറമ്പുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ താഴെ പോയിരുന്നു. ശരിയാ, ഇവിടെ നിരത്തി വിട്ടു കൊടുക്കാനും പറ്റില്ല. ആകെ റഫായിട്ടുള്ള സ്ഥലമായുണ്ട്. അല്ല ഇങ്ങനെയുണ്ട് ഒരൊറ്റ തള്ളി. പിന്നെ ഞങ്ങള് ഡ്രീം വേൾഡിലും ഇതിലൊന്നും പോയില്ല കേട്ടാ. കാരണം കാണുന്നില്ല, കുറേ വിമാനങ്ങൾ അടുത്ത് കൂടെ പോണു. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടല്ല തൊട്ടടുത്ത്. നല്ല വലിയതായിട്ട് കാണാം എർത്തിന്റെ. അയ്യോ, ഇറക്കിന്റെ ടച്ച് ചെയ്യാന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ടട്ടാ. നമ്മൾ ടച്ച് ചെയ്താവും. എർത്താണ്. പിന്നെ ചിലത് മൃഗങ്ങൾക്ക് മാത്രം ഇതാവണ പോലെ. എന്നാ തൊട്ടോക്കൂ. നല്ല ടൈമാണ്. കാരണം ചിലപ്പോ തന്നെ വന്നിട്ട് ഞങ്ങള് വന്നത് കൊണ്ട് ശരിയായിട്ടില്ല. ശരിയായില്ല, അതല്ല ചിലവർക്ക് റെഡിയാവും. ചിലത് ഞങ്ങൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. പ്രതീക്ഷിച്ചത് ഞങ്ങളെ സ്കൂട്ടിയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ടൈമാണ് ദൂരയാത്ര പോണത്. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, അപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ ആയത് അസ്ലുവിന്റെ വണ്ടിയാണ്. അസ്ലുവിന്റെ വണ്ടിയില് അസ്ലുവിനെ കുറ്റം പറയണം. കാരണം അവൻ അത് എല്ലാവർക്കും ഓടിക്കാൻ കൊടുത്തിട്ട് വണ്ടി ചവറായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എവിടെ ദൂരെ പോയാലും എന്നും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ടിയാണ്. ഇവനത് അവിടെ ഇട്ടിട്ട് അവൻ വർക്കിന് പോകും, ആരെങ്കിലും വന്നിട്ട് ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ നാശമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി നന്നാക്കണൊക്കെ തന്നെയാണ്. അതാണ് എല്ലാരും കേട് വരുത്തി കൊണ്ടുവരും, പക്ഷെ നന്നാക്കണത് പൈസ അവനെന്നെ. പിന്നെതാ, പക്ഷെ ഇങ്ങനെ നമ്മള് ദൂരെ പോയാലാണ് ബുദ്ധിമുട്ട് വരിക. ഫാമിലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫുള്ള് സെറ്റപ്പ് ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ അത്രേ ദൂരെ കാറേറ്റ് പോവലില്ല. ഡ്രസ്സ് ഫുള്ള് ഡ്രസ്സില്ല, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നെ ഇട്ട ഡ്രസ്സോട് കൂടെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, ഇവള് ഇങ്ങനെ ഒരു ചതി കിട്ടുന്ന അറിയില്ല. പക്ഷെ ഓൾറെഡി ഒരു സൂചന തരായിരുന്നു. തന്നെ തന്നെ പറയണം, ഇവളെ തന്നെയാണ് പറയേണ്ടത്. ഇതോടെ ആദ്യം തന്നെല്ലാം സെറ്റാക്കി വന്നു. പക്ഷെ ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങള് പറഞ്ഞില്ല 3 ജോഡി പെരുന്നാൾ 3 ജോഡി
അളിയൻക്ക് മനാഫ്കാക്ക് 2 ജോഡി ഇത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇട്ട് പോകാനും ഡ്രസ്സ് ഉണ്ട്. സെറ്റായി കുളിയും കഴിഞ്ഞു. ഞങ്ങളാണ് ശരിക്കും കൊടുങ്ങിയത്. വെള്ളത്തിൽ കളിച്ച ഡ്രസ്സ് എടുത്ത് അലക്കിയിട്ട് അപ്പൊ കൊണ്ട് ഞങ്ങൾക്ക് സുഖമാണ്. ഇപ്പൊ വീട്ടിൽ സെറ്റപ്പിലാണ് വന്നത്. ഞങ്ങളാണ് ശരിക്കും പെട്ടത്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോഴേ ഇനി എന്താ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ എന്തായാലും സാധനം കൊണ്ടല്ല നമ്മളിപ്പോ കുട്ടികളൊന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാലൊക്കെ മാറ്റാൻ വേണ്ടിട്ട് കിഴങ്ങിന്റെ സ്ഥലം കഴിഞ്ഞിട്ടാ. ഇതെന്താ അവിടെ മരങ്ങൾ തൂക്കുന്നു? കാപ്പിയത് അല്ലല്ലേ, വേറെന്തോ ചെടിയാണ്. ജാതിക്കാത്തോട്ടം. അതാ ജാതിക്കത്തോട്ടല്ലേ വീട്ടിലുള്ള. ഇതിവിടെ എന്തോ ഉണ്ടാക്കാട്ടാ. എല്ലാതും മുറിച്ചിട്ട് നോക്ക്. അതല്ല മുറിച്ചിക്ക് നമ്മളെ കാപ്പി. പക്ഷെ ഈ കാപ്പില്ലേ ഞാൻ പറഞ്ഞില്ലേ കാപ്പിയല്ലേ ഇതുപോലെ കാപ്പി കാണല്. ഇതെന്തോ കാട്ടുചെടി ഒന്നുണ്ട് അല്ല ഇങ്ങനെ ഇത്ര മരമായിട്ടുണ്ടാവോ? ഹൈറ്റില് വളർത്തില്ല ഇവിടെ കുറവാണ്. കാപ്പിത്തോട്ടല്ല പൊതുവെ ഹൈറ്റിലുണ്ടാവില്ല. അവർ വെട്ടി കൊടുക്കും. പിന്നെ നല്ല അട്ടുണ്ടാവും കാപ്പിത്തോട്ടത്തിൽ. ഇതേ പറയാം അട്ടുണ്ടാവും കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് ജാതി അതാ ജാതി മരമാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ കുരുമുളക്, ഏലം. ഏലം ഏലം ഉണ്ടാവൂലേ? കണ്ടില്ല പറഞ്ഞേൽക്കാം. എന്താണ് ശബ്ദം? ഇന്നലെ രാത്രി ഇതേനെ വരുമ്പോഴാണ് കണിക്കൊന്ന് പൂത്തിട്ടുണ്ട് ഗൈസ്. അത് കാണുന്നുണ്ടാ? ആയില്ലേ? അവിടുന്ന് വരുന്ന സമയത്തൊക്കെ ജാതിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ജാതിക്ക പറിച്ചു കഴിഞ്ഞിട്ട് ഇല്ല. ജാതിനൊന്ന് കാണണം. വൃത്തിയാക്കിയപ്പോഴാണ് അത് തേയില്ലാന്ന് മനസ്സിലായത്. ഇറങ്ങിയതാ കപ്പട അവിടേക്ക് ഇറങ്ങിയതാ. ഇറങ്ങി, പക്ഷെ അവിടെ കണ്ടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ നടന്നു. കുഞ്ഞുമോള് മേടിച്ചു. ഞങ്ങള് വീട് എടുക്കണ്ട, അയാളെടുക്കാൻ ഈ ടാസ്കാണ്. ഇത് കയറിയാ ഞാൻ കയറി. നീ ഇത് പിടിക്കാൻ കയറട്ടെ. ചേട്ടന്റെ പഠിക്കാരനാവൂലേ അവിടെ ഉള്ളത്? ഇതാണ് റംബൂട്ടാൻ തൈയാണ് ഇട്ടത്. ഇതില്ലേ അതൊക്കെ റംബൂട്ടാൻ. അതായത് റംബൂട്ടാൻ. മുളക് മുളക് കാണാം നിങ്ങൾക്ക്? കുറച്ച് പച്ചമുളക് വെച്ചിട്ട് നല്ല കാന്താരി മുളക് കുറച്ച് നല്ല മൂത്ത് നോക്കിയിട്ട് ചേട്ടൻ പൊട്ടിച്ചെന്നാൽ പറിച്ചോ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച ഇത് കേടാ. അതിൽ വിത്തുണ്ട്. വിത്തുള്ളത് ഇപ്പം ഞാൻ ആർക്കിപ്പോൾ പറിച്ച് കൊടുത്തേ? പക്ഷേ ഇതിന് പറിച്ച് കൊടുത്തു. ഇതൊക്കെ വിത്തുള്ളതാണ്. നിങ്ങൾക്ക് നനക്ക് ഉപയോഗിക്കാൻ ഇതെടുത്തോ. ചമ്മന്തി ഉണ്ടാക്കാൻ ചമ്മന്തി ഉണ്ടാക്കാൻ ഇത്ര ധാരാളം എരിവുണ്ടാവും. സൂപ്പർ എരിവാണ്. അതുകൊണ്ടാ പറഞ്ഞ ഞാൻ കൂടുതൽ ബെസ്റ്റ് സാധനം കേട്ടോ. ഇതൊരു വെറൈറ്റി മുളക് കേട്ടോ. നല്ല വെയിലല്ലേ ഇവിടെ? ചൂടും എല്ലായിടത്തും ഉണ്ടാവും. എല്ലാവരും ഇവിടെ നല്ല ഒരു കപ്പ കുറച്ച് കൊണ്ടുപോയി. എന്നിട്ട് നല്ല കണ്ടു തണുപ്പിച്ചോ. കാരണം നമുക്ക് നല്ല കണ്ടുകൾ ഇവിടെ ഉള്ളൂ. അങ്ങോട്ട് പോയി തണ്ട് പറയും. ഇതാണ് നല്ല കണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിട്ടുന്ന തണ്ടുകളൊക്കെ ഇന്ന് പറിച്ചതും നല്ല മാത്രം വെച്ചാൽ
ഒരെണ്ണം പൊട്ടി. പൊട്ടിയ മാഞ്ചി എടുക്കാം. ഓ അത് നല്ല തന്നെ പൊട്ടില്ല. അത് കുഴപ്പമില്ല, അത് കൊണ്ടുപോകാം. അപ്പോൾ ഒരു കിലോ കണക്കാക്കിയാൽ മതി. എത്ര? അത് കൊടുത്തില്ലേ മൊത്തത്? അത് ചേച്ചിക്ക് ഞാൻ 2 കിലോന്റെ ക്യാഷാ കൊടുത്തത്. അപ്പോൾ അത് കൂടെ കൊടുത്താൽ ഇത് മണ്ണ് മേത്താണ്. ഒരു 3-4 ഇതൊരു വീടായില്ലേ, അതുപോലെ 3 ചെറിയ വീടുകൾ കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ട് സൈഡിലൊരു വലിയ കോമൺ സ്വിമ്മിംഗ് പൂളാ? കോമൺ കിച്ചണും അതുപോലെ 4 ബാത്റൂമും കോമൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഗേറ്റ് തുറന്ന് ഗേറ്റിൽ ഞങ്ങൾ അതിനെ നോക്കി. അപ്പൊ അവിടെ ഞാൻ പഠിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ആന കാണാതിരിക്കും പെട്ടും ചിലപ്പോൾ അത് ചവിട്ടി സാധനങ്ങളുണ്ടല്ലേ. ശരി 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 താങ്ക് യു.